ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് കീരമ്പാറയിൽ MLAയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കോതമംഗലം മേഖലയിലെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് കീരമ്പാറ പഞ്ചായത്തിൽ ഷിബു തെക്കുംപുറം MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വന്യമൃഗശല്യം കുറയ്ക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. ട്രെഞ്ച് നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പ് മണ്ണിന്റെ സ്വഭാവവും സാങ്കേതിക സാധ്യതകളും വിലയിരുത്തുന്നതിനായി മണ്ണ് പരിശോധന നടത്താൻ തീരുമാനിച്ചു. MA കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. പ്രദേശത്ത് സ്ഥിരമായി അക്രമകാരിയായി കാണപ്പെടുന്ന മുറിവാലൻ എന്നറിയപ്പെടുന്ന കാട്ടാനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ച് അതിന്റെ സഞ്ചാരപാതയും നീക്കങ്ങളും നിരന്തരമായി നിരീക്ഷിക്കുന്നതിനും തുടർന്ന് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് പ്രദേശത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതകളും യോഗം വിലയിരുത്തി. യോഗത്തിൽ കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ സൂരജ് ബെൻ, റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാർ, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, വൈസ് പ്രസിഡന്റ് ബിനോയ് സി പുല്ലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.